നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ടത് ഒരു നീന്തൽക്കുളമാണ്. ഇളമാട് പഞ്ചായത്തിലെ ചെറുവല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു നീന്തൽക്കുളം. വളരെ പ്രസിദ്ധമല്ലെങ്കിലും ഈ പ്രദേശവാസികൾക്കൊക്കെ പ്രസിദ്ധമായ മടത്തിക്കോണത്ത് കാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഒരു 50 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ നീന്തൽക്കുളത്തിൽ. ഈ കുളത്തിൻ്റെ ഇരുവശവും ഉയർന്ന പ്രദേശമാണ്. അതായത് വേനൽക്കാലമായാൽ കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുള്ള ഒരു പ്രദേശം. വളരെയധികം ദൂരം പോയി വെള്ളമുള്ള കിണറുകളിൽ നിന്നും തലച്ചുമടായി വെള്ളം കൊണ്ടുവന്ന് കുടിക്കാൻ ഉപയോഗിക്കുന്ന പല കുടുംബങ്ങളും ഈ പ്രദേശത്തുണ്ട്. പക്ഷേ മറ്റത്യാവശ്യങ്ങൾക്കും വെള്ളം വേണ്ടേ? തുണി അലക്കാനും കുളിക്കുന്നതിനും പാത്രങ്ങൾ കഴുകുന്നതിനും ഒക്കെ തന്നെ വെള്ളം അത്യാവശ്യമാണ്. പക്ഷേ വേനൽക്കാലമായാൽ ഇവിടുത്തെ ജലക്ഷാമം വളരെ രൂക്ഷമാണ്. അവിടെയാണ് ഒരിക്കലും ഉറവ പറ്റാത്ത ഒരു ജലാശയമുള്ളത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ച് ഇതിൻ്റെ അരികിൽ ഒരു ബോർഡും സ്ഥാപിച്ച് ഇത് നാടിന് സമർപ്പിച്ചത് ഒരു നീന്തൽക്കുളമായിട്ടാണ്. നിരവധി യുവാക്കൾ, കുട്ടികൾ ഉള്ള ഈ പ്രദേശത്തെ ഒരു കായിക താരമായി, ഒരു നീന്തൽ താരമായി വളർന്നു വരാൻ ശേഷിയുള്ള കുട്ടികളുള്ള ഈ പ്രദേശത്ത് അവർക്കിത് ഉപയോഗപ്രദമാകും എന്നുള്ളത് വളരെ വാസ്തവമാണ്. എന്നാൽ കാലങ്ങളായി ഇത് അധികൃതർ ശ്രദ്ധിക്കാതെയും വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാതെയും ഇതിന്ന് നശിച്ച് നാമാവശേഷമായ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്തെ യുവാക്കൾ അവർ ഇത് നവീകരിക്കണം, ഇതിലെ മാലിന്യം നീക്കം ചെയ്യണം, ഇത് ഞങ്ങൾക്ക് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ തക്കവണ്ണം ഇതിനെ വൃത്തിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പഞ്ചായത്തിനെ സമീപിക്കുകയും ഗ്രാമസഭ പോലുള്ള വേദികളിൽ അവർ അപേക്ഷയും നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ശ്രദ്ധിച്ച് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് നോക്കൂ. വളരെ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരവസ്ഥയാണ് ഈ ജലാശയത്തിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകതരം വായൽ കൊണ്ട് ഈ ജലാശയം അല്ലെങ്കിൽ ഈ നീന്തൽക്കുളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ ഇരുവശങ്ങളും വളരെ കാട് കയറി വിഷജന്തുക്കൾ പാർക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഇതിൻ്റെ കരയിൽ പോലും ഈ കാട് കാരണം വന്നു നിൽക്കാൻ ഭയം ആണ് ഉള്ളത്. മത്സ്യകൃഷി നടത്തി അതിന് ലാഭമെടുത്ത് ഇത് നവീകരിക്കാമോ, നവീകരണം നടത്തണമോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം മത്സ്യങ്ങൾ ഇറക്കിയത്. ഇതിന് ഈ ഇറക്കിവിട്ട മത്സ്യക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതും ആലോചിച്ചു വരികയാണ്. പക്ഷേ ഈ നാട്ടുകാർ പറയുന്നത് അവർക്കിവിടെ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുകയല്ല ആവശ്യം. വേനൽക്കാലമായാൽ അവരനുഭവിക്കുന്ന ജലക്ഷാമത്തിനൊരു പരിഹാരം ഈ നീന്തൽക്കുളമാണ്, അല്ലെങ്കിൽ ഈ ജലാശയമാണ്. അത് നവീകരിക്കണം. നവീകരിച്ചാൽ ഒന്ന് തുണി അലക്കുന്നതിനോ കുളിക്കുന്നതിനോ ഒന്ന് നീന്തുന്നതിനോ ഒക്കെ ഇത് പ്രയോജനപ്പെടും. ഒരു നാടിൻ്റെ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. തീർച്ചയായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഭരണ അധികാരികൾ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാക്ഷിക്ക് ഒന്നേ പറയാനുള്ളൂ, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്.